So, hi everyone. നമ്മുടെ എക്സാമിനേഷന്റെ കൗണ്ട് ഡൗൺ ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്കറിയാം ഡിസംബർ 6-നാണ് എക്സാം വരുന്നത്. അപ്പോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ ടൈം ടേബിൾ അനുസരിച്ച് മാത്രം ഷെഡ്യൂൾ ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പം ഇനി പുതിയ ടോപ്പിക്സ് ഒന്നും തന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. എത്രയാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അത്രയും തന്നെ മതിയാവും. ഇനി ബാക്കിയുള്ള സമയം നമ്മൾ റിവിഷന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ചെയ്തത്രയും റിവൈസ് ചെയ്യുക. അതേപോലെ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഏതെങ്കിലും ഒന്നിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ബാക്കിയുള്ളത് റിവൈസ് ചെയ്തിരിക്കും ആ രീതിയിൽ നിങ്ങൾ ചെയ്യരുത്. രണ്ടും ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുക. പേപ്പർ 1-ന് ഒരു സമയവും പേപ്പർ 2-ന് ഒരു സമയമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോവുക. ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടോ ദാറ്റ്സ് എനഫ്. ഒരുവിധം സിലബസ് ഒക്കെ എല്ലാവരും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി കൂടുതൽ പോർഷൻസ് എന്തെങ്കിലും തന്നെ ബാക്കി ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കാതിരിക്കുക. ഇനി കൂടുതൽ പഠിച്ചിട്ട് നമുക്കത് എടുക്കാനുള്ളൊരു സമയമില്ല അല്ലെ. അപ്പം ബാക്കിയുള്ള കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ മാക്സിമം എഫക്റ്റീവ് ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് ആ സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് ടൈം ടേബിൾ വെക്കുകയും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും പഠിച്ചത്രയും റിവൈസ് ചെയ്യുകയും ചെയ്തിട്ട് നന്നായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാം. അത്രയൊക്കെയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നന്നായിട്ട് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക അല്ലെ. അപ്പം ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ചില ഷിഫ്റ്റുകളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് തന്നെ തുടക്കത്തിൽ വല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇപ്പം അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് തുടക്കത്തിൽ നല്ല ടഫായിട്ട് വന്നാൽ പോലും, നമുക്ക് അറിയില്ല എന്ന് തോന്നിയാൽ പോലും നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് തുടക്കത്തിൽ ഫസ്റ്റ് അത് കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാം, ഒരു ടെൻഷനൊക്കെ വരാം, ഇനി പറ്റിയില്ലെങ്കിലും എന്നൊരു തോന്നലൊക്കെ വരാം. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ കൂടി അത് ബാധിക്കും. അപ്പം ആ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പറ്റുന്നത് മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്യുക. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസും അതിനൊരു എക്സ്പ്ലനേഷൻ രൂപത്തിലാണ് ഈ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്നില്ല അല്ലെ. നിങ്ങൾക്ക് സമയം അല്ലെ, നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പം ക്വസ്റ്റ്യനിലേക്ക് എടുത്ത സമയത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് PVK wrote this history of ധർമ്മശാസ്ത്ര എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. 5 സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് 5 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തത്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തിരിക്കും. എന്നാൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഓക്കെ നമുക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പരിചയമുണ്ട്, അത് നമുക്ക് എടുത്തു വെക്കും. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കാണുന്ന സമയത്ത് അത് നമ്മൾ പഠിച്ചു വെക്കുക അല്ലേ. നമുക്കത് മാക്സിമം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. കാരണം ഈ സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കാം, ചിലപ്പം അസോസിയേഷൻ റീസണിങ് ആയിരിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് തരാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളോടൊന്ന് മനസ്സിലാക്കി വെക്കണം, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് PVKന്റെ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്രയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരത വാസ് പബ്ലിഷ്ഡ് ഫ്രം ദി ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബറോഡ എന്നുള്ളതാണ്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് വാൽമീകി രാമായണ ഹാസ് 7 കാണ്ഡാസ്. Then R.P. Kankle translated the Arthashastra into English and William Jones translated Manusmriti into Persian language. ഈ 5 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഇപ്പൊ ഈ വാൽമീകി രാമായണ ഹാസ് 7 കാണ്ഡാസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. അപ്പം C ഓപ്ഷൻ എന്തായാലും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ വില്യം ജോൺസ് ട്രാൻസ്ലേറ്റഡ് മനുസ്മൃതി ഇൻടു പേർഷ്യൻ ലാംഗ്വേജ്. ഈ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് മനുസ്മൃതി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് വില്യം ജോൺസ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും വാലിഡ് അല്ല. അപ്പം അത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാന്നുള്ളതാണ്.
ആ രീതിയിൽ ഒരു എലിമിനേഷൻ ടെക്നിക് കൂടെ നിങ്ങൾ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഇത്തരം എലിമിനേഷൻ ടെക്നിക് വഴി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി ആൻസറിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 50%, അതായത് ഈ ഒരു 4 ഓപ്ഷൻസിലെ 2 ഓപ്ഷൻസിന് ക്ലിയർ ചെയ്ത് കളയാനും ബാക്കിയുള്ള 2 ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഒരു രീതിയിലെങ്കിലും ഈ ഒരു എലിമിനേഷൻ ടെക്നിക് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ 2 ഓപ്ഷൻസ് നമ്മൾ കളഞ്ഞാൽ പോലും ബാക്കി 2 എണ്ണത്തിൽ നിന്ന് നിങ്ങളുടെ ആൻസർ ശരിയാവാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് അത് വളരെ ഹൈ ആണ്, അല്ലെ? ആ രീതിയിൽ നിങ്ങൾ ആൻസറിനെ അപ്രോച്ച് ചെയ്യുക. അതുപോലെ ഏത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയാലും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയാലും ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വന്നിട്ടുള്ള 2-3 സ്റ്റേറ്റ്മെന്റ്, ഇത് നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. PVKന്റെ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്രമാണുള്ളത്. അപ്പം എ നമ്മൾ പറഞ്ഞു, സി നമ്മൾ പറഞ്ഞു, ആൻഡ് ഇ ഉണ്ടാവാൻ പാടില്ല. അപ്പം എയും സിയും ഉണ്ട്. ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒഴിവാക്കി കളയാം. ബാക്കിയുള്ള 3 എണ്ണത്തിൽ എയും സിയും ഉള്ളതായിട്ട് വരുന്നത് ഈ ഒരു 3-4 കണ്ടിട്ടുള്ള 2 ഓപ്ഷൻസ് ആണ്, അല്ലെ? അപ്പം പിന്നെ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അറിയാത്തൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ടാവും. അപ്പം ഈ ഒരു ഇതിനെ വെച്ചിട്ട് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ച് മാത്രമേ ഈ ഒരു ഓപ്ഷൻസിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരത വാസ് പബ്ലിഷ്ഡ് ഫ്രം ദി ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബറോഡ. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അറിയാമെങ്കിൽ മാത്രമേ ഇതിൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. പക്ഷേ ഈ 2 ഓപ്ഷൻസിനെ നമുക്ക് എലിമിനേഷൻ വഴി ഒഴിവാക്കാവുന്നതാണ്. അപ്പൊ പോലും ഈ 2 എണ്ണത്തിൽ നിങ്ങൾക്കൊരു ഗസ്സിനുള്ള നിങ്ങളുടെ ആൻസർ ശരിയാവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയായിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കുന്ന സമയത്ത് ഇവിടെ ആൻസർ വരുന്നത് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ ബറോഡ എന്ന് പറയുന്ന ഈ ഒരു ബോറി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്ലേസ് നെയിം തെറ്റാണ്. അപ്പം ബോറി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ബോറി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പം പൂനെ മഹാരാഷ്ട്ര ചെയ്തിട്ടുള്ളത്, ബറോഡ അല്ല ചെയ്തിട്ടുള്ളത് എന്നാണ് വ്യത്യാസം വരുന്നത്, അല്ലെ? അപ്പം ആൻസർ വരുന്നത് സി ആണ് ഓപ്ഷൻ വരുന്നത്. ഇനി ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര, അത് PVKന്റെ ആണ്. അപ്പൊ അത് സബ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഏൻഷ്യന്റ് ആൻഡ് മെഡീവൽ റിലീജിയസ് ആൻഡ് സിവിൽ ലോ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സബ് ടൈറ്റിലോട് കൂടിയിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഹാസ് 7 വോള്യം ഒരു വർക്കാണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് 6500 പേജസ്. ആൻഡ് ഇറ്റ് വാസ് ഓഥേർഡ് ബൈ റിനൗൺഡ് ഇൻഡോളജിസ്റ്റ് ആണ് PVK എന്ന് പറയുന്നത്, അല്ലെ? സോ ഇത്തരം കാര്യങ്ങളിൽ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ഉണ്ടാവും, ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാരണം ഈ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ഒരു സാധ്യത പിന്നെയും ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ഫസ്റ്റ് വോള്യം വരുന്നത് 1930-ലും 7 വോള്യൂംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫൈനൽ വൺ വരുന്നത് 1962-ലുമാണ്. പിന്നെ ഭണ്ഡാർക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓറിയന്റൽ റിസർച്ച്, അത് പൂനെയാണ് ഈ ഒരു മഹാഭാരത പ്രോജക്ട് ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് ഇൻ 1930s. ആൻഡ് ഇതിൻ്റെ ഒരു എന്താണ് ഈ ക്രിട്ടിക്കൽ എഡിഷൻ എന്ന് വെച്ചാൽ ഒരു 1261 വരുന്ന സാൻസ്ക്രിറ്റ് വേർഷൻസ് ഉണ്ട് മഹാഭാരതയുടെ. അപ്പൊ ആ വേർഷൻസിനെ എല്ലാം കമ്പയർ ചെയ്തിട്ട് അതിനൊരു ക്രിട്ടിക്കൽ എഡിഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബോറി ക്രിട്ടിക്കൽ എഡിഷൻ വന്നിട്ടുള്ളത്. 1962-ലാണ് ഇതിന്റെ ഒരു പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, 1962-ല് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതേപോലെ വില്യം ജോൺസിന്റെ വർക്ക്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, മനുസ്മൃതി ട്രാൻസ്ലേറ്റ് ചെയ്തത് സാൻസ്ക്രിറ്റിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ ശകുന്തള ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് സാൻസ്ക്രിറ്റിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്. ഗീത ഗോവിന്ദ ഹിന്ദി ടു ഇംഗ്ലീഷ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. മനുസ്മൃതി വരുന്നത് ഫ്രം സാൻസ്ക്രിറ്റ് ടു ഇംഗ്ലീഷ് ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ലാംഗ്വേജും കൂടെ ശ്രദ്ധിച്ചു വെക്കുക, കാരണം ലാംഗ്വേജിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസിൽ ചോദിക്കേണ്ടതാണ്. അതേപോലെ ഇയറും. ഓക്കെ, ഇനി RP കാന്തിലെ എന്ന് പറയുന്ന സമയത്ത് ഹി വാസ് Sanskrit scholar and authority on the ancient Indian treatise on statecraft, economic policy and military strategy. He was military strategy known as the Arthashastra. Arthashastra നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വർക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സാൻസ്ക്രിറ്റിന് ഇംഗ്ലീഷിലേക്കാണെന്നുള്ളത്, വിച്ച് ഹാസ് 3 വോള്യൂംസ് ആൻഡ് 1960 to 65 വരെയുള്ള ഒരു പീരീഡിലാണ് ഇതിന്റെ ഒരു വർക്ക് നടക്കുന്നത്. ആൻഡ് ഹി ഓൾസോ റോട്ട് എ ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് ദ ടെക്സ്റ്റ് ആൻഡ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സിഗ്നിഫിക്കൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ബാക്കിയുള്ള പോയിന്റ്സും കൂടെ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ഓക്കെ,
ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് ആണുള്ളത്. സോ 2 ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് ഡെഫിനേഷൻസും പ്രൊവർബും ഒക്കെയാണ് വരുന്നത്. ആൻഡ് സെക്കൻഡ് ലിസ്റ്റിൽ അതിനുള്ള പേഴ്സും കാണുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഇതിലും ഇതേപോലെ സ്റ്റേറ്റ്മെന്റ്സ് ആയാലും ഡെഫിനേഷൻസ് ആയാലും അതും നോട്ട് ചെയ്ത് വെക്കുക, റിവൈസ് ചെയ്യുക. ഇതും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യണമെന്നല്ല, ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് men resemble their times more than they do their fathers. അതേപോലെ the past is a foreign country, they do things differently there. Fellow citizens, we cannot escape history, and a page of history is worth a volume of logic. ഇങ്ങനെ 4 ഡെഫിനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ പ്രൊവേർബ് ഏതാണ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഡെഫിനിഷൻസ് ഏതാണ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നുള്ള രീതിയിലാണ്. നമുക്കറിയാം ഈ ഫെലോ സിറ്റിസൺസ് വി കനോട്ട് എസ്കേപ്പ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കന്റെ സ്റ്റേറ്റ്മെന്റ്. എബ്രഹാം ലിങ്കൻ സിവിൽ വാറിനെ കുറിച്ച് അഡ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഫെലോ സിറ്റിസൺസ് വി കനോട്ട് എസ്കേപ്പ് ഹിസ്റ്ററി എന്നുള്ളത്. അപ്പം നമ്മൾ നാളെ അടയാളപ്പെടുത്തപ്പെടുന്നത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു രീതിയിലാണ് എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മെൻ റിസെമ്പിൾ ദെയർ ടൈംസ് മോർ ദാൻ ദേ ഡു ദെയർ ഫാദേഴ്സ് എന്ന് പറയുന്നത് ഒരു അറബ് പ്രൊവേർബ് ആണ്. അപ്പം ഇതിൽ ഓപ്ഷൻ സി ആണ് വരുന്നത്. സോ ഇതിൽ ഈ മെൻ റിസെമ്പിൾ എന്നുള്ളത് അറബ് പ്രൊവേർബ് ആണ്. പാസ്റ്റ് ഇസ് എ ഫോറിൻ കൺട്രി എന്ന് പറയുന്നത് ഇത് LP ഹാർട്ട്ലിയുടെ ഡെഫിനേഷൻ ആണ്. ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി ദർ. ഓക്കെ, ഫെലോ സിറ്റിസൺസ് നമ്മൾ പറഞ്ഞു, അത് എബ്രഹാം ലിങ്കന്റെ ആണ്. ആൻഡ് പേജ് ഓഫ് ഹിസ്റ്ററി ഈസ് വർത്ത് എ വോള്യൂം ഓഫ് ലോജിക് എന്ന് പറയുന്നത് അത് ഒലിവർ ഹോംസിന്റെ ആണ്. സോ ഈ ആളുകളെയും നമുക്ക് ശ്രദ്ധിച്ചു വെക്കാം, ഇവരുടെ ഡെഫിനേഷൻസിനെ നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടതുണ്ട്. പിന്നീടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്കറിയാം, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാമെന്നുള്ളതാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പം ഈ എബ്രഹാം ലിങ്കന്റെ ആ ഒരു ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി ഒരു ബുക്ക് ലിസ്റ്റ് ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കുറച്ച് ഓതേഴ്സും അതേപോലെ അവരുടെ ബുക്സും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കാണുന്നത് സെയിം തീമാണ് എല്ലാം വരുന്നത് എന്നുള്ളതാണ്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള തീംസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ബുക്സിന്റെ തീം എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പൊ ആ രീതിയിലാണ് ആ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓതേഴ്സിന്റെ ഒരു ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലിയോണാർഡ് ഗോർഡൻ, കിറ്റിക്കുട്ടി, ശിശിർ കെ ബോസ് ആൻഡ് കൃഷ്ണ ബോസ്, ഇവരുടെ വർക്ക്സും ഇവരുടെ പേരുമാണുള്ളത്. സോ യു ഹാവ് ടു മാച്ച് ദം അക്കോർഡിംഗ്ലി. അപ്പം ആൻസർ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പൊ കിറ്റിക്കുട്ടിയുടെ വർക്ക് എന്ന് പറയുന്നത് ഏതാണ്, അല്ലെങ്കിൽ ശിശിർ കെ ബോസിന്റെ വർക്ക് ഏതാണെന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്കറിയാം ഈ ലിയോണാർഡ് ഗോർഡന്റെ വർക്ക് എന്ന് പറയുന്നത് ബ്രദേഴ്സ് അഗെയിൻസ്റ്റ് ദ രാജ്, ബയോഗ്രഫി ഓഫ് ഇന്ത്യൻ നാഷണലിസ്റ്റ് ശരത് ആൻഡ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത് ലിയോണാർഡ് ഗോർഡൻ ആണ്. അദ്ദേഹത്തിന്റെ വർക്കിൽ പറയുന്നത് ഈ സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ ബ്രദറും തമ്മിലുള്ള റിലേഷനെ കുറിച്ചും അങ്ങനെ ആ രീതിയിലൊക്കെയാണ് ഈ വർക്ക് പോകുന്നതാണ്. കിറ്റിക്കുട്ടിയുടെ വർക്ക് വരുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് ആസ് ഐ ന്യൂ ഹിം, അപ്പം സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ക്ലോസ് അസോസിയേറ്റ്സ് ആയിരുന്നു ആര്, കിറ്റിക്കുട്ടി എന്ന് പറയുന്ന ആള്. സോ ഷീ ന്യൂ ആസ് അവർക്ക് അറിയാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു അവരെ നോക്കി കണ്ടിരുന്ന ഒരു രീതിയിലാണ് ഈ വർക്ക് വരുന്നത്. പിന്നെ ശിശിർ കെ ബോസിന്റെ വർക്ക് വരുന്നത് ആഫ്രിക്കൻ അക്രോസ് ഏഷ്യ, ബയോഗ്രഫി ഓഫ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന വർക്കാണ്. കൃഷ്ണബോസിന്റെ ഇതിഹാസ സാധന എന്ന് പറയുന്ന വർക്ക്. സോ ഈ വർക്കിലൊക്കെ എന്താണ് സുഭാഷ് ചന്ദ്രബോസിനെയാണ് തീമായിട്ട് എടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഇതിഹാസ സാധന കൃഷ്ണബോസിന്റെ എന്ന് പറഞ്ഞു. ഷി വാസ് ഓൾസോ എ സെർവന്റ് ഓഫ് പാർലമെന്റ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നോക്കി വെച്ചാൽ, അല്ലെങ്കിൽ ഓതേഴ്സിന്റെ ഒക്കെ മറ്റു വർക്സിനെ കൂടെ പിന്നീട് ചോദിക്കാനുള്ള സാധ്യതയുള്ള സമയത്ത് അതും കൂടെ നോക്കി വെക്കാനുള്ളതാണ്. ആൻഡ്
The theory that states that the origin of all knowledge is sense experience എന്ന് പറയുന്ന ഒരു തിയറി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഈ ഒരു സെൻസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എംപിറിസിസം ആസ് ഐ തിങ്ക് ഓക്കെ. ആൻഡ് എംപിറിസിസം എന്നുള്ള വാക്ക് വരുന്നത് ഗ്രീക്ക് വേർഡ് ആണ് എംപെറിയ എന്ന് പറഞ്ഞിട്ടുള്ളത്, വിച്ച് മീൻസ് എക്സ്പീരിയൻസ്. ആൻഡ് അക്കോർഡിംഗ് ടു എംപിറിസിസ്റ്റ് ട്രൂ നോളേജ് ഇസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. അപ്പം എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് മാത്രമേ ട്രൂ നോളേജ് ഉണ്ടാവുള്ളൂ എന്നാണ് എംപിറിസിസ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ വരുന്നതും കുറച്ച് ബുക്സും ഓതേഴ്സും തന്നെയാണ്. സോ അഗെയിൻ സോറി, ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ് ഏതെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ തന്നെ അല്ലെ, നമുക്ക് അറിയാവുന്ന 1-2 വർക്ക്സിനെ വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം കേണൽ ടോഡിന്റെ വർക്കാണ് അനൽസ് ആൻഡ് ആന്റിക്വിറ്റീസ് ഓഫ് രാജസ്ഥാൻ അല്ലെ. ഇതൊക്കെ നമുക്ക് മുന്നേ PYQs ഒക്കെ ചെയ്യുന്നവർക്ക് പരിചയം ഉണ്ടാവും, മുന്നേ ഒരുപാട് വട്ടം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ്. അപ്പം ഈ ടോഡിന്റെ A4 എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ 2 ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും അല്ലെ. A4 എന്നുള്ളത് ആദ്യത്തെ 2 ഓപ്ഷനിലുണ്ട്. അപ്പം ബാക്കിയുള്ള 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് സാധിക്കുന്നതാണ്. ഇനി അതേപോലെ ഈ ഓപ്ഷനിലെത്താം ഓജയുടെ വർക്ക് ഏതാണെന്ന് അറിയുന്നവർക്ക്, ഭാരതീയ പ്രാചീൻ ലിപിമാല എന്ന് പറയുന്ന വർക്ക് അറിയുന്നവർക്ക് ഈ ഓപ്ഷനിലേക്ക് എളുപ്പത്തിൽ എത്താം. ഈ ശ്യാമൽദാസിന്റെ വർക്ക് ആണെങ്കിലും C2 എന്നുള്ളത് ഓപ്ഷൻ ഉണ്ട് അല്ലെ. പീർ വിനോദാണ് വർക്ക് വരുന്നത്. ആൻഡ് AK ഫോബ്സിന്റെ ആണെങ്കിൽ വരുന്നത് റസ്മാലയാണ് വരുന്നത്. സോ ആ രീതിയിൽ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താം. ഇവിടെ ഓപ്ഷൻ വരുന്നത് B ഓപ്ഷനാണ് വരുന്നത്. ഓജയുടെ പ്രാചീൻ ലിപിമാല എന്ന് പറയുന്നത് ഇറ്റ്സ് റിവൈസ്ഡ് എഡിഷൻ. അത് പബ്ലിഷ് ചെയ്യുന്നത് 1918 വരുന്നത്. അനൽസ് ആൻഡ് ആന്റിക്വിറ്റീസ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്നത് രാജ്പുത് ക്ലാസിന്റെ ഒരു കൾച്ചർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഇറ്റ് വാസ് റിട്ടൺ ബൈ നമ്മുടെ ജെയിംസ് ടോഡ് ആണ്. ആൻഡ് രാജസ്ഥാനിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ആൻഡ് വീർ വിനോദ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആണ് കവിരാജ് ശ്യാമൽദാസിന്റെ. മഹാരാണ സജ്ജൻ സിംഗ് ഓഫ് മേവാർ അദ്ദേഹത്തിന്റെ കോട്ട് പോയിന്റ് ആയിരുന്നു കവിരാജ് ശ്യാമൽദാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് ഹിസ്റ്ററി ഓഫ് മേവാർ ഫ്രം ഇറ്റ്സ് ഒറിജിൻസ് to the early 19th century, written in a poetic style. It is also a reliable source of historical information. Okay. റസ്മാല എന്ന് പറയുന്നത് അതൊരു ഹിസ്റ്റോറിക്കൽ ജിനിയോളജിക്കൽ ആയിട്ടുള്ള വർക്കാണ്. ആൻഡ് ഗുജറാത്തിലെ ഹിന്ദു ഡൈനാസ്റ്റിനെ കുറിച്ചാണ് ഈ വർക്ക്സ് പറയുന്നത്. ഓക്കെ, അത് AK ഫോബ്സ് ആണ് എഴുതിയിട്ടുള്ള ഓഥറായിട്ട് വരുന്നത്. ആൻഡ് അത് പബ്ലിഷ് ചെയ്യുന്ന 1856 ഫോബ്സ് എന്ന് പറയുന്ന ആരാണ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നതാണ് ഗുജറാത്തിലെ. ഓക്കെ, ഇനി അടുത്തൊരു ഡെഫിനേഷൻ ആണ് വരുന്നത്. ഹു സെഡ് ഹിസ്റ്ററി ഹാസ് ടു ബി റീറിട്ടൺ ബിക്കോസ് ഹിസ്റ്ററി ഇസ് ദ സെലക്ഷൻ ഓഫ് ദോസ് ത്രെഡ്സ് ഓഫ് കോഴ്സ് ഓർ ആന്റിസിഡൻസ് ദാറ്റ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ അല്ലെ. ഈ രീതിയിൽ വരുന്നൊരു ഡെഫിനേഷൻ ആണ് അടുത്ത് വരുന്നത്. അപ്പം ഡെഫിനേഷൻസും നമ്മൾ ഇപ്പം കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ രീതിയിലും അത് ഓർത്ത് വയ്ക്കാം. ഇതിന്റെ ആൻസർ വരുന്നത് ഒലിവർ ഹോംസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു, നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഡെഫിനേഷൻ അദ്ദേഹത്തിൻ്റെതായിട്ട് മാച്ച് ഓഫ് ഫോളോയിങ്ങിൽ വന്നിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ വരുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ തന്നെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ ആണ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് അല്ലെ. ആ രീതിയിലും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഒലിവർ ഹോംസ് ആണ്. ഓക്കെ, ഇനി and this means that history is not a fixed record of events but rather a series of interpretations that are shaped by the interest and biases of the historian. Okay, ഇനി ലെനി റീൻഫെൽസ്റ്റാലിന്റെ ഒരു ഫിലിമിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രയംഫ് ഓഫ് ദ വിൽ എന്ന് പറയുന്നത്. അത് ഡീൽ ചെയ്യുന്ന എന്ത് തീമിലാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു നാസി പ്രൊപ്പഗാൻഡ ഫിലിമായിരുന്നു. ആൻഡ് ലെനി റീൻഫെൽസ്റ്റാൽ എന്ന് പറയുന്ന ആള് ഷി വാസ് ജർമ്മൻ ഡയറക്ടർ ആയിരുന്നു, പ്രൊഡ്യൂസർ ആയിരുന്നു, സ്ക്രീൻ റൈറ്റർ ആയിരുന്നു, എഡിറ്റർ ആയിരുന്നു, ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഓൾസോ ഷി വാസ് ആൻ ആക്ട്രസ്. അപ്പം ഈ ഒരു ഫിലിം ഡയറക്ട് ചെയ്തിട്ടുള്ള ഇത് ട്രയംഫ് ഓഫ് ദ വിൽ എന്ന് പറയുന്നത് നാസി പ്രൊപ്പഗാൻഡ ഫിലിം ആയിരുന്നുള്ള രീതിയിലാണ് അതിനെ കുറിച്ച് അറിയപ്പെടുന്നത്. അവർ തന്നെ ചെയ്തിട്ടുള്ള മറ്റൊരു വർക്കാണ് ഒളിമ്പിയ എന്ന് പറയുന്നത്. സോ ഇതൊരു എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, നാസി പ്രൊപ്പഗാൻഡ ഫിലിം ആണെന്നുള്ള രീതിയിലാണ് ഇവർ ഫെയിം കിട്ടുന്നത്. ആൻഡ് അതേപോലെ അഡോൾഫ് ഹിറ്റ്ലർ ഈ ഫിലിം കമ്മീഷൻ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഒരു അൺഒഫീഷ്യൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് അദ്ദേഹം ഹിറ്റ്ലർ ഉണ്ടായിരുന്നു. അയാളുടെ പേര്
ഹിറ്റ്ലറിന്റെ പേര് ടൈറ്റിൽസിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫെയിം ആണ് ഈ ഒരു ഫിലിമിന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഒളിമ്പിയ എന്ന് പറയുന്ന വർക്കിനെ കൂടെ ശ്രദ്ധിച്ചു വെക്കാം, which is also resulted in worldwide attention and acclaim. And അപ്പം 1934 വരുന്ന നാസി പാർട്ടിനെ കുറിച്ചിട്ടും അതിൽ വരുന്ന നാസി സപ്പോർട്ടേഴ്സിനെ കുറിച്ചിട്ടും ആ ഒരു തീമിലൊക്കെയാണ് ഈ ഫിലിം എടുത്തിട്ടുള്ളത്. ആൻഡ് ദ ഫിലിം കണ്ടെയ്ൻസ് എക്സേർപ്റ്റ്സ് ഓഫ് സ്പീച്ചസ് given by Nazi leaders at the Congress, including Hitler, Rudolf Hess and Julius Streicher. ഓക്കെ, അപ്പം ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഒരു പക്ഷേ വീണ്ടും ഏതെങ്കിലും രീതിയിൽ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, ഇനി വീണ്ടും ഒരു ബുക്ക് ലിസ്റ്റ് ആണ്. ഇതും വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ആഡ് ചെയ്തത്. ഓക്കെ, HC റായ് ചൗധരി, AL ഭാഷം, RK മുഖർജി, കപില വത്സ്യായൻ, A Cultural History of India, Chandragupta Maurya and His Times, The History and Culture of Indian People, The Square and the Circle of Indian Arts. നമ്മൾ ഈ ചന്ദ്രഗുപ്ത മൗര്യ ആൻഡ് ഹിസ് ടൈംസ് ഒക്കെ ചെയ്ത സമയത്ത് ബുക്കിന്റെ കവർ പേജ് ഒക്കെ വെച്ചിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ ആൻസർ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ 4 ആണ് വരുന്നത്. HC റായ് ചൗധരിന്റെ ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ. അത് വരുന്നത് ഒരു 11 വോള്യൂംസ് ആയിട്ടാണ് 1950 to 55 വരെ വരുന്ന ഒരു ടൈം പീരീഡിൽ. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്രിഹെൻസീവ് ആൻഡ് അതോറിറ്റേറ്റീവ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എവർ റിട്ടൺ. ആൻഡ് ദ ബുക്ക് എന്ന് പറയുന്ന 3 പാർട്ടായിട്ടാണ് ബുക്ക് ഉള്ളത്. ദി വൈദിക് ഏജ്, ദി ക്ലാസിക്കൽ ഏജ് ആൻഡ് ദ മുസ്ലിം കോൺക്വസ്റ്റ് ആൻഡ് ദ റൈസ് ഓഫ് മുഗൾ എംപയർ എന്നുള്ള രീതിയിൽ 3 പാർട്ടായിട്ടാണ് HC റായ് ചൗധരിന്റെ വർക്ക് വരുന്നത്. ആൻഡ് AL ഭാഷാമിന്റെ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വരുന്നുണ്ട്. അത് വരുന്നത് 1975 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതേപോലെ RK മുഖർജിയുടെ വർക്ക് ചന്ദ്രഗുപ്ത മൗര്യ ആൻഡ് ഹിസ് ടൈംസ് എന്നുള്ളത് RK മുഖർജിയുടെ വർക്കാണ്, which is comprehensive work that deals with the life and times of India's first historical emperor. അല്ലെ, ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചാണ് ഒരു വർക്ക് പറയുന്നത്. ആൻഡ് ചന്ദ്രഗുപ്ത മൗര്യയുടെ ഏർലി ലൈഫിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പവറിലേക്ക് എത്തുന്നതിനെ കുറിച്ച്, അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ലെഗസിനെ കുറിച്ചും ഒക്കെ ഒരു വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതേപോലെ ദ സ്ക്വയർ ആൻഡ് ദ സർക്കിൾ ഓഫ് ഇന്ത്യൻ ആർട്സ് എന്ന് പറയുന്ന ബുക്ക് കപില വത്സ്യായനെയാണ് 1983 പബ്ലിഷ് ചെയ്യുന്നത്. ദ ബുക്ക് എക്സ്പ്ലോർസ് ദ റിലേഷൻഷിപ്പ് between the arts in India and how they are influenced by the country's religious, philosophical and cultural traditions. Okay, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത് എന്നുള്ളതാണ്. ഇനി which film portrayed a phase of Subhash Chandra Bose's life and the work of INA in Singapore. അത് ഫിലിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെഹല ആദ്മി എന്ന് പറയുന്ന വർക്കിലാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് പാർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്. ആ രീതിയിൽ വരുന്ന ഒരു പോർട്രേഷൻ കാണുന്നത് ഈ 4 ഓപ്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു പോർട്രേഷൻ കാണുന്നത് പെഹല ആദ്മിയിലാണ്. ആൻഡ് പെഹല ആദ്മി എന്ന് പറയുന്നത് 1950 വരുന്ന ഒരു ഹിന്ദി ഫിലിമാണ്. വിമൽ റോയ് ഡയറക്ട് ചെയ്തിട്ടുള്ള ഫിലിമാണ്. ഇറ്റ്സ് എ ഡ്രാമ ആൻഡ് ഹിസ്റ്ററി ഫിലിം സെറ്റ് ഇൻ ദ വേൾഡ് വാർ സെക്കൻഡ് എറയിലാണ് ഈ ഒരു ഫിലിം വരുന്നത്. ആൻഡ് INAയുടെ ഒരു INAയുടെ റിലേറ്റഡ് ആയിട്ടുള്ള തീമൊക്കെയാണ് ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നതാണ്. പിന്നെ മറ്റൊരു ഫിലിം സുഭാഷ് ചന്ദ്രബോസ് ആയിട്ട് റിലേറ്റഡ് ആണ്. പറയാം, ക്വസ്റ്റ്യൻസിൽ ബുക്കിന്റെ തീമായാലും ലിസ്ണിംഗ് തീമായാലും നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ കാണുന്നുണ്ട്, ഫിലിമിന്റെ തീമായാലും സുഭാഷ് ചന്ദ്രബോസിനെ കാണുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ മോഡേണിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക. മേ ബി ആ രീതിയിലുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഈ തവണ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഫിലിമാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ ഫോർഗോട്ടൺ ഹീറോ എന്ന് പറയുന്നത് 2004 വന്നിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പൊ അതില് ശ്യാം ബെനഗലാണ് ഈ ഒരു ഫിലിം ചെയ്തിട്ടുള്ളത്, which is about the last 5 years of the Indian leader Subhash Chandra Bose's life, and it also includes his life's story in flashback sequences-ലൊക്കെയാണ് നമ്മൾ എന്ത് കാണുന്നത്, ആ രീതിയിലൊക്കെ പറയുന്ന ഒരു ഫിലിമാണ് സുഭാഷ് ചന്ദ്രബോസ് ഫോർഗോട്ടൺ ഹീറോ എന്ന് പറയുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഉദയ്കാൽ എന്ന് പറയുന്നത് 1930 വരുന്ന ഒരു ഫിലിമാണ്, which is silent. ഓക്കെ, ക്ലോസ് ചെയ്തോട്ടെ. സോ ഉദയ്കാൽ എന്ന് പറയുന്നത് 1930 വരുന്ന ഒരു ഫിലിമാണ്, which is a silent film
historical silent film co-directed by V. Shantaram and Keshavarao Devar, and it was produced by Prabhat Film Company and produced ചെയ്തിട്ടുള്ള ഉദയകാൽ എന്ന് പറഞ്ഞ 1930s വരുന്ന ഫിലിമാണ്. The story was written by Baburao Pendarkar, and the film based on the military expeditions of the 17th century Maratha Emperor ശിവജിനെ മിലിറ്ററി എക്സ്പെഡിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഉദയകാൽ എന്ന് പറയുന്ന 1930 വരുന്ന ഒരു ഫിലിം വരുന്നതാണ്. ഓക്കെ, ഇനി ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 1958 വരുന്ന ഒരു ഹിന്ദി ലാംഗ്വേജ് ഫിലിമാണ്, വിച്ച് ഇസ് എ ക്രൈം ത്രില്ലർ ഫിലിമാണ്. ഓക്കെ, ഓക്കെ. ഇനി ആദ്മി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹിന്ദി ആക്ഷൻ ഫിലിമാണ്, വിച്ച് ഇസ് ഡയറക്ടഡ് ബൈ അർഷാദ് ഖാൻ. ഇറ്റ് starring Mithun Chakravarti, Gautami, Harish, and Ajit Khan. And the film is about an honest man who is trained for killing his family and joins the INA to fight against British. അപ്പം INA ഫിലിമിൽ വരുന്ന ഒരു ഫിലിം തന്നെയാണ് ആദ്മി എന്ന് പറയുന്നത്. ആൻഡ് ഉദയകാൽ എന്ന് പറയുന്നത് ശിവജിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമയാണ്. ഓക്കെ, ഇനി അടുത്തതും ഇത് പറയുന്ന എന്താണ്, അടുത്തതും ഒരു definition ആയിട്ടാണ് വരുന്നത്. Who said if history teaches any lesson at all, it is that there are no historical lessons. അല്ലെ, if history teaches any lesson at all, it is that there are no historical lessons. So ആരുടെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് ലൂസിയൻ ഫെബറിന്റെ ആണ്. സോ ലൂസിയൻ ഫെബറിന്റെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആണ്. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ റോൾ ഹി പ്ലേഡ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദി അനലിറ്റിക് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്തതും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫിലിം ഓൾസോ. So the film Sita was the first Indian film to be shown at the Venice Film Festival. The second statement was the release of the film Achyut Kanya. The song Dur Hatomi Ee Duniya Walum, Go back you foreigners. It was shown in the film Kismet. The film Sant Tukaram became the first Indian film to be ranked among the 3 best pictures at the 5th International Exhibition of Cinematographic Art Venice. The film Aurat, similar story is that of the film Mother India, was released. ഇത് ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ ടഫായിട്ടൊരു കാര്യമാണ് അല്ലെ. ഒന്നാമത് ഈ ഫിലിം നമുക്ക് അറിയണമെന്നുണ്ടാവില്ല, രണ്ടാമത് ഇതിന്റെ ക്രോണോളജി കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല അല്ലെ. നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ ആർക്കും അറിയണ്ടാവില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പോയല്ലോ ആലോചിച്ച് വിഷമിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞു പോകും അല്ലെ. അപ്പം കിട്ടുന്നിടത്തോളം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം മാക്സിമം ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ എലിമിനേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗസ് വർക്ക് വഴിയോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇത്തരം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫിലിംസിനെ ഒക്കെ കുറച്ചൊക്കെ പരിചയപ്പെട്ടിട്ട് അതിന് ശേഷം എക്സാം ഹാളിൽ കയറുക. ആ രീതിയിലൊക്കെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഫിലിംസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇപ്പം വരുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ അത് ആ രീതിയിൽ പറ്റുന്ന പോലെ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും അത്രയ്ക്ക് അവെയർ ആവണം എന്നില്ല. അപ്പം നിങ്ങൾക്ക് പറ്റില്ല എന്നാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് പറ്റുന്നുണ്ടാവില്ല എന്ന് മാത്രം ചിന്തിക്കുക. അതിന്റെ പേര് ടെൻഷൻ അടിക്കാതിരിക്കുക. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ സീത എന്ന് പറയുന്ന ഫിലിം ഈസ്റ്റ് ഇന്ത്യ ഫിലിം കമ്പനിയാണ് കൽക്കട്ടയിലാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ ഫിലിം കമ്പനി നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ ഫിലിം കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. ആൻഡ് മൈത്തോളജിക്കൽ ഫിലിം വിത്ത് stellar cast featuring Prithviraj Kapoor as Ram and Durga Koot as Sita along with some of the most high profile actors at the time. The film broke new ground by becoming the first Indian film to gain international exposure
It was screened at the 1934 Venice Film Festival, where the PYQs won an award, the first Indian filmmaker to do so on an international platform. Okay. അച്യുത് കന്യ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹിന്ദി മൂവിയാണ്. സോ 1934 ആണ് ഇത് സ്ക്രീൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏതാണ് ഫിലിം സീത എന്ന് പറയുന്നത്. And Achyut Kanya, it's a Hindi movie released on June 1936, directed by Franz Ostian, and the film deals with the social position of Dalit girls, and it is considered as a reformist period piece. Okay. പിന്നെ വരുന്നത് സന്തുകാറാമാണ്. ഇറ്റ് ഇസ് ഓൾസോ ഇൻ 1936 മറാത്തി ഫിലിമാണ് സന്തുകാറാം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഡയറക്റ്റഡ് ബൈ വിഷ്ണുകാന്ത് ഗോവിന്ദ് ആംബ്ലെ, ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് വോക്കാരി സെയിന്റ് ആയിട്ടുള്ള തുക്കാറാമിന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് സന്തുകാറാം വരുന്നത്. സോ ദ ഫിലിം വാസ് അഡ്ജഡ്ജ് ആസ് വൺ ഓഫ് ദ 3 ബെസ്റ്റ് ഫിലിംസ് ഓഫ് ദ വേൾഡ് ഇൻ 1937. അപ്പൊ അത് 37 ആണ് വരുന്നത്. ആൻഡ് ഓറത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹിന്ദി ലാംഗ്വേജ് ഫിലിമാണ്. അത് ഡയറക്റ്റ് ചെയ്തത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? SS ബാലൻ ആൻഡ് SS വാസൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ റീമേക്ക് ഓഫ് ദ 1966 തമിഴ് ഫിലിം ചിട്ടി. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഓരത്ത് വരുന്നത് 1967 ആൻഡ് കിസ്മത്ത് എന്ന് പറയുന്നത് 1943 വരുന്ന ഫിലിമാണ്, വിച്ച് ഓൾസോ ഹാസ് സം പാട്രിയോട്ടിക് സോങ്സ്. അതിൽ വരുന്ന സോങ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പം ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു ആദ്യം വരുന്ന ഫിലിം സീതന്റെ കാര്യം പറഞ്ഞു. അതാണ് ആദ്യം വന്നിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ ആദ്യം വന്നത് 1934. പിന്നെ അച്യുത് കന്യ വന്നു, ദെൻ സന്തുകാറാം വന്നു, അല്ലെ? ഏതായിരിക്കും നമ്മുടെ ഓപ്ഷൻ വരിക? കിസ്മത്ത് കഴിഞ്ഞ് ഓറത്ത് ലാസ്റ്റ് വരണം. റൈറ്റ്. ഓറത്തിന്റെ ലാസ്റ്റ് വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഫസ്റ്റ് ഓപ്ഷനാണ്. അപ്പം ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും മാറ്റം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഓരോന്ന് പറഞ്ഞ ലാസ്റ്റ് വരുന്ന ആളെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. പി ആണ് ആദ്യം വരുന്നത്, റിലീസ് ഓഫ് അച്യുത് കന്യ, ദെൻ ഫിലിം സീത. ആ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. Who among the following wrote the book A Comparison Between Men and Women? അല്ലെങ്കിൽ between women and men. Okay. ഈ ഒരു വർക്ക് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഈ ഒരു പേര് ചിലപ്പം പരിചയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് താരാഭായ് ഷിൻഡെയാണ് സ്ത്രീ പുരുഷ് തുലന എന്ന് പറയുന്ന ബുക്കാണ്. അപ്പം അതിന്റെ ഇംഗ്ലീഷ് വരുന്ന സമയത്ത് കമ്പാരിസൺ ബിറ്റ്വീൻ വിമൻ ആൻഡ് മെൻ ആവുന്നതാണ്. ഓക്കെ. അപ്പം കമ്പാരിസൺ ബിറ്റ്വീൻ വിമൻ ആൻഡ് മെൻ, സ്ത്രീ പുരുഷ് തുലന എന്ന് പറയുന്നത്, it is originally published in Marathi 1882. It's a pioneering piece of feminist writing translated into English by Rosalind Owen. And ഈ താരാഭായ് ഷിൻഡെയുടെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ബുക്സുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കാരിജെ ആത്മവൃത്ത എന്ന് പറയുന്ന ബുക്ക്, ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ ബെക്കർ വുമൻ. It's a short story that depicts the plight of a poor widow who is exploited by the society and the clergy. അതാണ് ബിക്കാരിജെ ആത്മവൃത്ത എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി ഓഫ് എ ബെക്കർ വുമൻ എന്ന് പറയുന്ന താരാഭായ് ഷിൻഡെയുടെ വേറെ വർക്കാണ്. ആൻഡ് സ്ത്രീ ധർമ്മശോധ് എന്ന് പറയുന്നത് ദ സെർച്ച് ഫോർ വിമൻസ് റിലിജിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എസ്സേസ് ദാറ്റ് ചാലഞ്ചസ് the orthodox views of Hinduism and advocates for a rational and humanistic approach to religion എന്നുള്ളൊരു ആണ് മറ്റൊരു ബുക്ക് എന്ന് പറയുന്നത്. ആൻഡ് സ്ത്രീ ശിക്ഷണാച്ചി കറച്ച് എന്ന് പറയുന്നത് the need for women's education, a pamphlet that argues for the importance of educating women and empowering them to participate in social and political affairs. Okay. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഫെമിനിസ്റ്റ് റൈറ്റിംഗ് ആണ് താരാഭായ് ഷിൻഡെയുടെ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. ഇനി അനൽസ് ഹിസ്റ്റോറിയോഗ്രാഫിനെ കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരുന്നത്. മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. Which among the following statements are correct about the contributions of the Annals School of Historiography? The widening of the spatial horizons of history sorry the widening of the spatial horizons of history beyond Europe, interdisciplinary interdisciplinary and problem-oriented analytical approach. Annals historians opposed to the homogeneous, uniform, and linear time
political and individual history are given primary importance. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം എൻഎൽസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഹിസ്റ്റോറിയോഗ്രാഫി ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്കൂൾ പറയുന്ന അവരുടെ മെയിൻ ആർഗ്യുമെന്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് അറിയാമെങ്കിൽ ഇത്തരം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഹെനൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ തീം എന്താണെന്ന് അറിയുന്ന ആൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓർക്കും പറയുന്നത്. സോ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നോക്കുക. ഏതാണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്? മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? C1, 2 and 3 കണ്ടോ. നാലാമത്തെ ഓപ്ഷൻ എന്താണ് പറയുന്നത്? പൊളിറ്റിക്കൽ ആൻഡ് ഇൻഡിവിജ്വൽ ഹിസ്റ്ററീസ് ആർ ഗിവൻ പ്രൈമറി ഇമ്പോർട്ടൻസ്. എന്നാൽ സ്കൂൾ എങ്ങനെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്? അവര് വ്യക്തിയധിഷ്ഠിതമായ ഒരു രീതിയിൽ നിന്ന് മാറണം എന്നുള്ള ഒരു രീതിയിൽ വരുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ് എന്നാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. അവരൊരിക്കലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിനെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഹിസ്റ്ററീസിനെ അവരൊരിക്കലും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ദേ ഹാവ് ഗിവൻ പൊളിറ്റിക്കൽ ആൻഡ് ഇൻഡിവിജ്വൽ ഹിസ്റ്ററീസ് ആസ് പ്രൈമറി ഗിവൻ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് അവിടെ വരുന്ന എന്താണ്? അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു തീം എന്തായിരുന്നു, അവരുടെ ഒരു ആർഗ്യുമെന്റ് എന്തായിരുന്നു എന്നുള്ളത് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് എൻഎൽസിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, പ്ലേസ് ഓഫ് ട്രഡീഷണൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ദ എൻഎൽസ് ഹിസ്റ്റോറിയൻസ് വർ കൺസേൺഡ് വിത്ത് എവറി ഹ്യൂമൻ ആക്ടിവിറ്റി. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ നാഷണൽ history was replaced with continental and global history. Continental ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഹിസ്റ്ററിനെ മാറ്റുക, ആ ഒരു രീതിയിലേക്ക് ഗ്ലോബൽ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ, കോണ്ടിനെന്റൽ ഹിസ്റ്ററി എന്നുള്ള രീതിയിലേക്ക് ഒരു തീം കൊണ്ടുവരുന്നത് അനൽ സ്കൂളാണ്. ദി ഹിസ്റ്ററി ഓഫ് കോമൺ പീപ്പിൾ അത് കെയിം ഇൻ ടു ഫോർഫ്രണ്ട് ഓഫ് ഹിസ്റ്ററി. അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് കോമൺ പീപ്പിൾ എന്നുള്ളത് ഇറ്റ് കെയിം ഇൻ ടു ഫോർഫ്രണ്ട്. ഓക്കെ, documentary evidence was supplemented by visuals, oral traditions, folk literature, place names, etc. as source material for the reconstruction of history. അപ്പം ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് നമ്മൾ അതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആൻഡ് ഡോക്യുമെന്ററി എവിഡൻസിന്റെ കൂടെ അത് സപ്ലിമെന്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? വിഷ്വൽസ്, ഓറൽ ട്രഡീഷൻസ്, ഫോക്ക് ലിറ്ററേച്ചർ, പ്ലേസ് നെയിംസ്, ഇതൊക്കെയും സപ്ലിമെന്റ് ചെയ്ത് വരുന്നത് ഈ ഒരു ഹെനൽ സ്കൂളിനോട് കൂടിയിട്ടാണ്. ഓക്കെ, ആൻഡ് the three prominent figures are associated with the School of History, Lucien Pepper, Mark Bloch, Ferdinand Braudel, and these figures have made a remarkable contribution to the intellectual prestige enjoyed by the Annals group. Fine. Another question: if modernist historians can be characterized as those who see the past as conditioning the present, a broad group of dash scholars might be characterized as those who see the past as conditioned by the present. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ ഏതൊരു സ്കൂളാണ് നോട്ടീസ്? ഏത് സ്കൂളിന്റെ ആണ് ഈ സ്കൂൾ ഈ ഒരു തോട്ട് എന്ന് പറയുന്നത് ഏത് സ്കൂളിൻ്റെതാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. If modernist historians can be characterized as those who see the past as conditioning the present, a broad group of dash scholars might be characterized as those who see the past as conditioned by the present. ഏത് സ്കൂളാണ്? It's postmodernism, right? The postmodernist thinkers എന്താണ്? They believed that knowledge, claims and value systems are contingent or socially conditioned. Postmodern thinkers believe
that knowledge claims and value systems are contingent or socially conditioned, describing them as products of political, historical, or cultural discourses and hierarchies. അപ്പോൾ ഇവരുടെ ഒരു തോട്ടം എന്ന് പറയുന്നതായിരുന്നു, and they emphasize that people construct knowledge and truth through discourse and lived experience. അപ്പം ഇവർ lived experience വഴി ആണ് നോളേജ് കൺസ്ട്രക്ഷൻ നടക്കുന്നതെന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്കേഴ്സ് ആണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടിന്റെ വേണ്ടിയിട്ടുള്ളത്. They believe that knowledge claims and value systems are contingent or socially conditioned ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് വരുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, who defined history as the presentation in chronological order of successive developments in the means and relations of production. ഇതും ഒരു ഡെഫിനേഷൻ ആയിട്ടാണ് വരുന്നത്. സോ ഈ ഒരു ഡെഫിനേഷൻ ആരാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. Who defined history as the presentation in chronological order of successive developments in the means and relations of production. അല്ല, ഓപ്ഷൻസ് എന്ന് പറയുന്നത് ആസിം മജുംദാർ, M.G. റാനഡെ, രാജേന്ദ്രലാൽ മിത്ര ആൻഡ് D.D. ഗോസാം. നമുക്കറിയാം D.D. ഗോസാംബിയാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇബ്ൻ ഖൽദൂൺ എക്സ്പ്ലോർഡ് ദ കോസസ് ഓഫ് ചേഞ്ച് ഇൻ ഹ്യൂമൻ സൊസൈറ്റീസ് കൺസിഡറിംഗ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഫിസിക്കൽ എൻവയോൺമെന്റ്, സ്റ്റേറ്റ് ഫോർമേഷൻ ആൻഡ് ദ പവർ ഓഫ് ട്രൈബൽ സൊസൈറ്റി വിത്ത് ഇറ്റ്സ് അസെബിയ. അപ്പം ഈ അസെബിയ എന്ന് പറയുന്ന ടേം എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, എന്താണ് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊക്കെയാണ് വരുന്നത്. അപ്പം എന്താണ് അസെബിയ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരം ടേംസിനെയും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആൻസർ വരുന്നത് എസബിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ solidarity എന്നുള്ളതാണ്. with an emphasis on unity, group consciousness and a sense of shared purpose and social cohesion, originally used in the context of tribalism and clanism. അപ്പം ഒരു യൂണിറ്റി അല്ലെങ്കിൽ സോഷ്യൽ സോളിഡാരിറ്റിയെ, ഗ്രൂപ്പ് കോൺഷ്യസ്നെസ്സിനെ, ഈ ഒരു രീതിയിലുള്ള തോട്ടിനെയൊക്കെ ആയിരുന്നു നമ്മൾ എന്ത് എസബിയ എന്നുള്ളൊരു ടേം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെയ്തത്. അപ്പം ഏകദേശം എല്ലാ പാർട്ടിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ രൂപത്തിലും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആവുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ഇനി വരുന്ന സമയത്തും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി. പോസ്റ്റ് മോഡേണിസം പോലുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ്സ് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പോസ്റ്റ് മോഡേണിസം, മൈക്രോ ഹിസ്റ്ററീസ് പോലുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് നറേറ്റീവ്സിന് എതിരായിട്ടാണ് വന്നിട്ടുള്ളത്. അനാലിസിസ് സ്കൂളിന്റെ അവരുടെ ഒരു മെയിൻ ആർഗ്യുമെന്റ് എന്തായിരുന്നു, അവർക്ക് സ്കൂൾ എങ്ങനെയാണ് വരുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അതിൽ നിന്ന് പഠിക്കാനുള്ളത് അതൊക്കെ മനസ്സിലാക്കി വെക്കുക സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന്. ഇപ്പോൾ ഒരു ആൻസർ എന്നുള്ള രൂപത്തിൽ മാത്രമല്ലാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള രീതിയിലും കൂടെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പം ഇനിയുള്ള സമയം നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങളൊന്നും തന്നെ പഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് മാക്സിമം റിവൈസ് ചെയ്യുക. അപ്പം നമുക്കറിയാം റിവിഷന് തന്നെ ചിലർ ഒരുപാട് സമയം എടുക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾക്കറിയാലോ, ഒരു ദിവസം നമ്മൾ മാക്സിമം നോട്ട്സ് ഉണ്ടാക്കി ഒക്കെ വെച്ചിട്ടുള്ള ആളുകളായിരിക്കും. പിന്നെ ക്ലാസ് നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസിനെ 1-2 ദിവസങ്ങളിൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസം നമുക്ക് 1 മണിക്കൂർ എടുത്തിട്ടുണ്ടാവാം ചിലപ്പോൾ റിവൈസ് ചെയ്ത് പോവാൻ, അല്ലെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ വരെ എടുക്കുന്നവരുണ്ടാവാം. ആൻഡ് രണ്ടാമത്തെ ദിവസം വരുന്ന സമയത്ത്
അത്രയും സമയം നമുക്ക് റിവിഷന് വേണ്ടി കൊടുക്കേണ്ടി വരില്ല അല്ലെ. ഒരു പകുതി സമയത്തോളം ആകുമ്പോൾ ആ സമയത്തിൽ നമുക്കത് തീർക്കാൻ സാധിക്കും. മൂന്നാമത്തെ ദിവസം ആവുന്ന സമയത്തേക്കും അല്ലെങ്കിൽ നാലാമത്തെ ദിവസം ആവുന്ന സമയത്തേക്കും ഇതിന്റെ ഒരു ലെങ്ത് ഉണ്ട്. സമയത്തിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇത്രയും സമയം അല്ലെങ്കിൽ ആ ഒരു കൊടുക്കുന്ന സമയം കുറയും എന്നുള്ളതാണ് അല്ലെ. ആദ്യത്തെ ദിവസം എത്ര സമയം അതിനുവേണ്ടി വെക്കുന്നു അത്രയും സമയം പിന്നീട് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനുവേണ്ടി കൊടുക്കേണ്ടി വരില്ല. അപ്പൊ ആ രീതിയിൽ റിവിഷൻ നന്നായിട്ട് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാനുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുന്നിടത്തോളം പ്രാക്ടീസ് ചെയ്യുക. എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ബാക്കി വളരെ കുറച്ച് സമയമുള്ളൂ. ടൈം ടേബിൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ട് പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരേപോലെ തന്നെ അതിന് രണ്ടിനെയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുക. ഏതെങ്കിലും ഒന്നിന് മാത്രം എംഫസൈസ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പക്കായിട്ടുള്ള ഏതെങ്കിലും 2 പാർട്സ് ഉണ്ട്. ഇപ്പം ഏൻഷ്യന്റും മോഡേണും ആണ് നിങ്ങൾ പക്കായിട്ടുള്ളതെങ്കിൽ ബാക്കി മെഡീവൽ കുറച്ച് വീക്ക് ആയാലും ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഇനി മോഡേണും മെഡീവലും ആണ് പക്കായിട്ടുള്ളത്, അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കി ഏതെങ്കിലും ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കുറച്ച് വീക്ക് ആവാം അല്ലെ. ബാക്കി 2 സ്ട്രോങ് ഏരിയാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചെയ്യുന്നത് എത്രത്തോളം ചെയ്തിട്ടുണ്ടോ അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തിരിക്കണം. ആൻഡ് അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. അതേപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക. നമുക്കറിയാം എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇത് നമുക്ക് ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. പലവട്ടം എഴുതിയിട്ട് കിട്ടാത്ത ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണോ ചെയ്യണം, റിസൾട്ടിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണോ ചെയ്യാനുള്ളത് അത് മാക്സിമം തന്നെ കൊടുക്കുക. റിസൾട്ട് എന്നുള്ളത് അത് പിന്നീട് മാത്രം വരുന്ന കാര്യം. റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചപ്പോഴേ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. താങ്ക് യു.